ജങ്ക് ഫുഡിനോടുള്ള ആസക്തി എങ്ങനെയുണ്ടായി? എവല്യൂഷൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം എപ്പോൾ കിട്ടിയാലും തലച്ചോറിന് അതിനോടുള്ള ഒരു ആസക്തി കൂടുതലായിട്ട് കാണാറുണ്ട്. കെമിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ ഒരുപാട് ഡോപ്പമിൻ റിലീസാണ് നമ്മുടെ തലച്ചോറിൽ വരുന്നത്. ഡോപ്പമിൻ കൂടുന്ന എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റി, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കാനും തലച്ചോറിന് ഇഷ്ടമാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റവും കെമിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ റിലീസ് 10 മടങ്ങാണ്. ക്രമേണ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതിനോട് ഒരു അടിമത്തം വരുന്നു, കുട്ടികളിൽ പ്രത്യേകിച്ചും. കുട്ടികൾ ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ ഇത് മാത്രമാണ് അവർക്ക് നല്ല ഭക്ഷണ രീതി, അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ഒരു ഭക്ഷണ രീതി. ഇത് കഴിക്കുമ്പോൾ മാത്രമേ അവർക്കൊരു ആശ്വാസവും ഒരു സെറ്റൈറ്റിയും ഒക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതിനോട് അതിഭയങ്കരമായിട്ടുള്ള ഒരു ക്രേവിങ് വരുന്നു. ഇത് കിട്ടാതാകുമ്പോൾ ചെറിയ തരത്തിലുള്ള വിത്ഡ്രോവൽ ഇഷ്യൂസ് വരുന്നു. മിക്കവാറും കുട്ടികളോ മുതിർന്നവരോ ഇത് കഴിക്കുന്നത് വിശപ്പ് അകറ്റാനല്ല, നേരെ മറിച്ച് ഒരു സന്തോഷം കിട്ടാനും ഒരു റിലാക്സേഷൻ കിട്ടാനും ബോറടി മാറ്റാനും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തൊട്ട് വലിയ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് വരെ ജങ്ക് ഫുഡ് അഡിക്ഷൻ നമ്മളെ നയിച്ച് ഇരിക്കാം. ഒബീസിറ്റി, ടൈപ്പ് 2 ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ കൂടുക, ഹാർട്ടിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, സ്ട്രോക്ക്, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇഷ്യൂസും നമുക്കുണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് നാച്ചുറലി കിട്ടുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അതിനോടൊപ്പം തന്നെ എക്സസൈസും ചെയ്തുകൊണ്ട് നല്ല രീതിയിലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ മാത്രമേ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.